മലപ്പുറം RRF ക്യാമ്പിലെ പോലീസുകാരൻ ബിജോയുടെ തിരോധാനം മേലുദ്യോഗസ്ഥന്മാരെ പീഡനത്തെ തുടർന്നാണെന്ന് പിതാവ് ആരോപിക്കുന്നു. ആദ്യ വർഷം തിരുവനന്തപുരത്ത് ജോലി ചെയ്ത സമയത്ത് പീഡനം ഇദ്ദേഹം നേരിട്ടു എന്നാണ് പിതാവിൻ്റെ അഭിപ്രായം. ബിജോയുടെ ഫോൺ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ പോലീസിന് ഇതുവരെ ആയിട്ടില്ല എന്നാണ് അറിയുന്നത്. മകനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചു കൊടുക്കണമെന്നാണ് പിതാവ് 24നോട് പറഞ്ഞത്. അവൻ എന്നെ വിളിക്കുമ്പോഴും അവൻ്റെ അമ്മയെ വിളിക്കുമ്പോഴും എല്ലാ ദിവസവും പിന്നെ മേലുദ്യോഗസ്ഥർ വളരെയധികം പീഡിപ്പിക്കുകയാണ്. അവന് ജോലി ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ് എന്നാണ് സ്ഥിരം പറയാറുണ്ടായിരുന്നു. ഇവിടെ തിരുവനന്തപുരത്താണ് ഇതുവരെ അവൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. 6 വർഷത്തോളം തിരുവനന്തപുരത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടുത്തെ മേലുദ്യോഗസ്ഥർ അവനെ ക്രൂരമായിട്ട് പീഡിപ്പിക്കുന്നതായിട്ടും ഒക്കെ അവൻ സ്ഥിരം എല്ലാ ദിവസവും വിളിച്ച് ബുദ്ധിമുട്ടുകൾ പറയുമായിരുന്നു. ഇപ്പോഴ് അവനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇപ്പോഴ് അവൻ്റെ ഫോൺ റിങ് ആവുന്നെങ്കിലും അവർക്ക് ടവർ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഈ മേലുദ്യോഗസ്ഥർ അവനെ ഒരു വിധത്തിൽ തരം താഴ്ത്തി പിന്നെ ഈ തിരുവനന്തപുരത്തേക്ക് ഡെപ്യൂട്ടേഷനിലേക്ക് ഇട്ടിരിക്കുകയാണെന്നാണ് അവൻ സ്ഥിരം പറയാറുള്ളത്. തിരുവനന്തപുരത്ത് നേവി ജയശങ്കർ ചേരുന്നു. ജയശങ്കർ, ഗുഡ് മോർണിംഗ്. പറയൂ, ഈ പിതാവിൻ്റെ പരാതികൾ മറ്റെന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ് SKN. ബിജോയുടെ തിരോധാനത്തിന് പിന്നാലെയാണ് ആ കുടുംബം ഇത്തരം ഒരു വെളിപ്പെടുത്തലുമായി രംഗത്ത് വരുന്നത്. അതായത് മേലുദ്യോഗസ്ഥരിൽ നിന്ന് നിരന്തരമായിട്ടുള്ള പീഡനം ബിജോയ് നേരിട്ടിരുന്നു. ഈ വിവരം ഫോൺ വിളിക്കുന്ന ഘട്ടത്തിൽ ഉൾപ്പെടെ തന്നോടും മാതാവിനോടും ഉൾപ്പെടെ പറയാറുണ്ടായിരുന്നു എന്നാണ് ഇയാളുടെ പിതാവ് നിലവിൽ പറയുന്നത്. ഇത്തരത്തിൽ ജോലി ചെയ്യുന്നതിന് വലിയ പ്രായോഗിക പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് കഴിഞ്ഞ 6 വർഷത്തോളമായി തിരുവനന്തപുരത്ത് ക്ലിഫ് ഹൗസിൽ ഉൾപ്പെടെ ജോലി ചെയ്യുന്ന ബിജോയ് മലപ്പുറം RRFൻ്റെ ക്യാമ്പിലേക്ക് ട്രാൻസ്ഫറായി പോകുന്നത്. ഈ ഒരു ഘട്ടത്തിലും ബിജോയ് വലിയ തരത്തിലുള്ള മാനസിക സമ്മർദ്ദം നേരിട്ടിരുന്നു. ഈ മലപ്പുറം ക്യാമ്പിലേക്ക് പോയതിനു ശേഷം ഈ കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തെ കാണാതാകുന്നത്. അദ്ദേഹത്തെ കോഴിക്കോടേക്ക് ട്രാൻസ്ഫർ ചെയ്തിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ കോഴിക്കോടേക്ക് തിരിച്ച് ഇദ്ദേഹം കോഴിക്കോട് റിപ്പോർട്ട് ചെയ്തില്ല. പിന്നാലെയാണ് RRF നൽകിയ പരാതിയിൽ കൽപ്പകഞ്ചേരി പോലീസ് കേസെടുക്കുന്നത്. കഴിഞ്ഞ 23-നാണ് കൽപ്പകഞ്ചേരി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. പക്ഷേ കേസെടുത്ത് ഇത്രയും ദിവസം പിന്നിട്ടിട്ടും ഒരു പോലീസുകാരൻ എവിടെയെന്ന് കണ്ടെത്താൻ ഇതുവരെ ആയിട്ടില്ല. ഈ പോലീസുകാരുടെ തിരോധാനം ഇപ്പോഴും അജ്ഞാതമായി തുടരുകയാണ്. എന്തായാലും കൽപ്പകഞ്ചേരി പോലീസുമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ തിരോധാനവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നുണ്ട്. ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം എന്ന് മാത്രം ഒരു മറുപടിയാണ് പറയുന്നത്. ഒരു പോലീസുകാരൻ കാണാതായി 3 ദിവസം പിന്നിടുമ്പോഴും കേരള പോലീസിന് അയാളെക്കുറിച്ചൊരു തുമ്പും കണ്ടെത്താനാകുന്നില്ല. പിന്നെ എങ്ങനെയാണ് സാധാരണക്കാരൻ്റെ ഒരു നിരപരാധിത്വം ഇല്ലെങ്കിൽ അവൻ്റെ ആവശ്യങ്ങൾ പോലീസ് നിറവേറ്റുക എന്നൊരു ചോദ്യമാണ് ഉയരുന്നത്. എന്തായാലും കുടുംബം വളരെ ഗുരുതരമായ അന്വേഷണമാണ് ആവശ്യപ്പെടുന്നത്. ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. ഏത് ഉദ്യോഗസ്ഥരാണ് ഇദ്ദേഹത്തെ പീഡിപ്പിച്ചത്, ഏത് തരത്തിലുള്ള പീഡനങ്ങളായിരുന്നു സർവീസിൽ നേരിട്ട് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ തീർച്ചയായും ഒരു അന്വേഷണം ആവശ്യമാണ്. കാരണം പോലീസ് ഉദ്യോഗസ്ഥർ വലിയ തോതിലുള്ള മാനസിക സമ്മർദ്ദം നേരിടുന്നു എന്ന റിപ്പോർട്ടുകൾ നമുക്ക് മുമ്പിലുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് ഒരു പോലീസുകാരൻ ഡ്യൂട്ടിക്കിടെ മിസ്സാകുന്നു. ഇയാളുടെ കുടുംബം ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിക്കുന്ന ഒരു സാഹചര്യമാണ് SKN നിലവിലുള്ളത്. ഓക്കെ, താങ്ക് യു.